Hello friends and welcome back to your channel House to Home. അപ്പോൾ തേങ്ങയും മസാലയൊക്കെ ഫ്രഷ് ആയിട്ട് വാരിത്തരിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെട്ടിനാട് സ്റ്റൈൽ മഷ്റൂം കറി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 400 ഗ്രാം മഷ്റൂം ആയിരുന്നു. ആദ്യം ഒരു 10 മിനിറ്റ് ഞാൻ അതിനെ ഉപ്പുവെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചു. കാരണം ഇപ്പം പ്രത്യേകിച്ച് പുറത്ത് വാങ്ങിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം സാധാരണ ഞാൻ ഉപ്പുവെള്ളത്തിൽ കഴുകിയിട്ടാണ് യൂസ് ചെയ്യാറ്. എന്നിട്ട് ഇതിൻ്റെ മുകളിലുള്ള ഇങ്ങനത്തെ സ്കിൻ മാതിരിയുള്ള ലെയർ ഞാനിങ്ങനെ കളഞ്ഞു മാറ്റുവാണ്. പ്രത്യേകിച്ച് ചിക്കനും മട്ടനൊന്നും ചെന്നൈയിൽ അധികം ഇപ്പോൾ കിട്ടാറില്ല, പിന്നെ നമ്മൾ വാങ്ങിക്കാറുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ മഷ്റൂം, സോയാ ചങ്ക്സ് മാതിരിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫീല് കിട്ടുന്നുണ്ട്. ഇങ്ങനെ കളഞ്ഞ് മാറ്റിയതിന് ശേഷം ഒരു 2-3 പ്രാവശ്യം ഒന്നും കൂടെ വെള്ളത്തിലിട്ട് നല്ലപോലെ ഞാൻ കഴുകി എടുത്തിട്ട് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അതിനുശേഷം നമുക്ക് ചെറിയ കഷ്ണമായിട്ട് ഇതിനെ കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം ഒരു പാനിൽ ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം നമുക്കിതിലേക്ക് ഹോൾ സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് നല്ലപോലെ ചൂടാവട്ടെ. എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം പട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്, ഒരു പരുത്തിമുക്ക്, ഒരു 2-3 ഗ്രാമ്പ്, ഒരു ഏലക്ക, ഒരു സ്റ്റാർ അനീസ്, രണ്ട് ചുവന്ന മുളക്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ജീരകം, 1 ടേബിൾ സ്പൂൺ മല്ലി. ഇതെല്ലാം ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് 1 മിനിറ്റ് വറുത്തെടുക്കാം. അപ്പോഴേക്ക് അതിൻ്റെ നല്ലൊരു അരോമ കിട്ടാറുണ്ട്. ഇത് നമുക്ക് പൊടികളായിട്ട് ചേർക്കാം, പക്ഷേ ഇങ്ങനെ ഫ്രഷായിട്ട് വറുത്തരച്ച് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒന്ന് റോസ്റ്റായി വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 6 അല്ലി വെളുത്തുള്ളിയാണ് ചേർക്കാൻ പോകുന്നത്. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് വലിയ വെളുത്തുള്ളി ആയിരുന്നു. ചെറുതാണെങ്കിൽ ഒരു 10 എണ്ണം ചേർത്ത് കൊടുത്തോളൂ. ഇതിൻ്റെ സെയിം ക്വാണ്ടിറ്റി ഇഞ്ചിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കാൻ പോവാണ്. അത് കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇതും കൂടെ ചെന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്യാം. അപ്പം തന്നെ നല്ലൊരു മണം വരാൻ തുടങ്ങി. ഇനി ഇതിലേക്ക് ഞാൻ ഒരു അരമുറി തേങ്ങയാണ്, ചിരണ്ടിയ തേങ്ങ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. എൻ്റെ തേങ്ങ നല്ലപോലെ ബ്രൗൺ ആവുന്ന വരെ നമുക്കിതിലൊന്ന് റോസ്റ്റ് ചെയ്യാം. ഫ്ലെയിം ഹൈയിൽ വെക്കരുത്, ലോ ടു മീഡിയമിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ തേങ്ങ വേഗം തന്നെ അങ്ങ് കരിഞ്ഞു പോകും. തേങ്ങ നല്ലപോലെ റോസ്റ്റായിട്ടുണ്ട്. ഇതിന് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നല്ലപോലെ തണുത്തതിന് ശേഷം മിക്സി ജാറിലിട്ടൊന്ന് പൊടിച്ചിട്ട് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് നിന്ന് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്കിതിനെ അരച്ചെടുക്കണം. ഇത് തണുപ്പിക്കാൻ വേണ്ടി ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാൻ പോവുകയാണ്. എന്നിട്ട് ഇതിനെ മിക്സി ജാറിൽ ചേർത്തിട്ട് അരച്ചെടുക്കാം. വീണ്ടും അതേ പാനിൽ തന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. എണ്ണ ചൂടായതിനു ശേഷം 2 സവാള നല്ലപോലെ അരിഞ്ഞിട്ട് അതിന് ചേർത്ത് കൊടുക്കാം. രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1 സ്ട്രിങ് കരിവേപ്പില. എന്നിട്ട് ഇത് നല്ല ചുവന്ന് വരുന്ന വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്യണം. ഇപ്പോൾ സവാള നല്ലപോലെ ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 പഴുത്ത തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എൻ്റെ തക്കാളി നല്ലപോലെ സോഫ്റ്റ് ആവുന്ന വരെ വീണ്ടും നമുക്കിതിനെ റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് സ്മാഷായിട്ട് വരണം, അതുവരെ നമുക്കിതിനെ കുക്ക് ചെയ്യാം.
ഇപ്പോൾ തക്കാളി ഒന്ന് നന്നായി സോഫ്റ്റായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന മഷ്റൂമാണ് ചേർത്ത് കൊടുക്കുന്നത്. മഷ്റൂം ചേർത്തതിന് ശേഷം ഫ്ലെയിം നല്ലപോലെ ഹൈയിൽ വെച്ചോളൂ. വെച്ചിട്ട് തന്നെ ഇതിനെ സോട്ട് ചെയ്യാം. കാരണം മഷ്റൂമിൽ നിന്ന് തന്നെ ധാരാളം വെള്ളം വരും. ആ വെള്ളത്തിൽ തന്നെ കിടന്നിട്ട് മഷ്റൂം കുക്കായിക്കോളും. ഇതിലേക്ക് ഞാൻ ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കൊരു 4 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. അപ്പോഴേക്ക് ആ വെള്ളം മൊത്തത്തിൽ അങ്ങ് പുറത്ത് വരാൻ തുടങ്ങും. ഇപ്പം തന്നെ വെള്ളം കുറച്ച് കുറച്ചായിട്ട് വരാൻ തുടങ്ങി. കണ്ടില്ലേ? അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറയുന്നത്. നമ്മുടെ ചാനലിൽ ധാരാളം മഷ്റൂംസിൻ്റെ റെസിപ്പീസ് ഉണ്ട്. മഷ്റൂമിനെ കൊണ്ടുണ്ടാക്കിയ ബിരിയാണി ഉണ്ട്, പിന്നെ മഷ്റൂം ബട്ടർ ഗാർലിക് മഷ്റൂമിൻ്റെ റെസിപ്പി ഉണ്ട്, പിന്നെ തമിഴ് ചാനലിൽ ഇഷ്ടംപോലെ മഷ്റൂമിൻ്റെ റെസിപ്പി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും ചെക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം ഈ വെള്ളമൊക്കെ വന്നതിന് ശേഷം ഒന്ന് വറ്റി തുടങ്ങാൻ വരുന്ന ആ സമയം നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി, എരിവിനുള്ള കുറച്ച് മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ വീണ്ടും നമുക്കൊന്ന് കുക്ക് ചെയ്യണം. ഇപ്പോൾ പച്ചമണമൊക്കെ പോയി ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഈ ഒരു കറി നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ, ദോശയുടെ, ഇഡലിയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. ഇനി വെള്ളം ഒഴിക്കുന്ന മുമ്പ് വീണ്ടും ഒരു മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് സോട്ട് ചെയ്യിപ്പിക്കാം. ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതി. ഇങ്ങനെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം. പക്ഷേ എനിക്കിന്ന് കുറച്ച് ഗ്രേവി കൺസിസ്റ്റൻസിയിൽ വേണം. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് വേണമെങ്കിൽ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ ലിഡിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാൻ പോവുകയാണ്. ഒന്ന് എണ്ണയൊക്കെ ഇങ്ങനെ പിരിഞ്ഞ് വരുന്നവരെ കുക്ക് ചെയ്താൽ മതി. ഇപ്പോൾ എണ്ണയൊക്കെ നല്ലപോലെ അങ്ങ് പിരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മളെ മഷ്റൂം കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയില, നല്ലപോലെ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങൾ അഭിപ്രായം പറയാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും ഒരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡായിട്ട് നിങ്ങളെ ഞാൻ കാണാൻ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഹൗസ് ടു ഹോം.